Hi guys, Assalamualaikum. Welcome back to my YouTube channel, Chipu's Vlog. It's me, Chipu here. രണ്ടാമത്തെ ഞാൻ വെറുതെ കൊണ്ടിരുത്തിയതാണ് ഗൈസ്. ഇത് നിതമോളാണ്, ഇത് നിച്ചമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ അൺബോക്സിംഗ് ആണ് പർപ്പിളിൻ്റെ. അതാണ് ഞാൻ പർപ്പിൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെൽക്കം ടു ദ വീഡിയോ. മുന്നേ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ് ഈ ബോക്സിലുള്ളത്. അത്ര കുറേ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. നമുക്ക് ഇവരെ മുഖത്തും കൂടി പരീക്ഷിച്ച് നോക്കാം. എൻ്റെ മുഖത്ത് ഞാൻ ഇട്ട് നോക്കാം. ഞങ്ങൾ മൂന്നാളെ സ്കിൻ ടോണും വേറെയാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ തന്നെ ഞാനും എക്സൈറ്റഡ്. ഞാനും ഇത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഈ സാധനം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വേറെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കൊരു ഓർഡർ വൈസിൽ തുറക്കാനുണ്ട്. ഒരു ഓർഡർ വൈസിൽ ഇങ്ങനെ തുറന്ന് പോവാം. നമുക്ക് അപ്ലൈ ചെയ്യാം. എന്തൊക്കെയെന്ന് വെച്ചാൽ ഓക്കെ, ഫസ്റ്റ് വൺ ഇതാണ് സംഭവം. എന്താണെന്നറിയോ? എന്ത് കാണാൻ നിൽക്കുന്നത്? ഇത് മോയ്സ്ചറൈസർ ആണ്, നമ്മളെ വാസ്ലിൻ്റെ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വാസ്ലിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല വാസ്ലിനെ. വെറുതെ എടുത്ത് മുഖത്തേക്കും കാലമ തേക്കണം, വാസ്ലിനൊക്കെ എടുത്ത് മുഖത്തേക്കുന്ന ആളാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൽ നമുക്കറിയാം, ഇതിൽ ഗ്ലൂട്ട ഗ്ലോ എന്നുള്ള സംഭവമുണ്ട്. പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട്. ഞാനിത് നൈക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത് കാട്ടിലെടുപ്പത്തിന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അത്രയും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിനെ ഗ്ലോ ചെയ്യാൻ ഭയങ്കര സഹായിക്കും. അതിൻ്റെ 10 ഇരട്ടി പവറാണ് ഗ്ലൂട്ടാത്തയോൺ ഉള്ളത്. അപ്പോൾ ആ ഗ്ലൂട്ടാത്തയോണും ഇതിലുണ്ട്. ഇത് തേച്ച വെളുക്കും എന്ന് എനിക്കറിയില്ല. ഇത് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് പൊട്ടിച്ചോ. ഇതിൽ വേറെ ഒന്നുമില്ല. ഗ്ലൂട്ട ഹയ ഇതിൻ്റെ തന്നെ രാത്രി യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഈ വാസ്ലിൻ്റെ തന്നെ ഇതേപോലത്തെ പാക്കേജ് കോംബോ ആയിട്ട് വരുന്നുണ്ട്. നൈറ്റ് തേക്കാനും എന്താണ് ഡേ ടൈം തേക്കാൻ വേണ്ടിയിട്ട്. ഹെൽത്തി ബ്രൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൂയി റേഡിയൻ സെറം ലോഷൻ. ഇതിൽ നിയാസെനമൈഡും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിനൊക്കെ കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല. സാധാരണ മോയ്സ്ചറൈസർ നല്ല സ്മെല്ലുണ്ട്. ഭയങ്കരമായിട്ട് ഫ്രാഗ്രൻസ് ഉണ്ട്. ശരിക്കും ഫ്രാഗ്രൻസ് ഒക്കെ ഇല്ലാത്തതൊക്കെയാണ് നല്ലത്. പക്ഷെ ഇത് ഫ്രാഗ്രൻസ് ഉണ്ട്. ഞാൻ മൊത്തം വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, കാരണം ഇട്ടിട്ടില്ല. ഇനി ഒരാൾ വരൂ, മുഖം തരും. തണുപ്പില്ലേ? എന്താ തണുപ്പ്? വായോ തണുപ്പില്ലേ? നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടത്. ഓക്കെ, റേറ്റും കാര്യങ്ങളും വന്നിട്ട് 200 സംതിങ് ആണ് റേറ്റ്. അത്ര വലിയ റേറ്റിൽ, പക്ഷെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് അതാണ് ഒരു എടുത്ത് പറഞ്ഞ കാര്യം. നല്ല മോയ്സ്ചറൈസറും ആണ്, നല്ല റിവ്യൂ ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റേറ്റും കുറവാണ്. അപ്പോൾ ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ മേടിക്കാം കേട്ടോ. ഇതിൽ കൊടുത്തിട്ടുള്ള 325 രൂപയാണ്. പക്ഷെ ഞാൻ മേടിച്ചത് പർപ്പിളിന് 200 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ പർപ്പിളിൽ നോക്കി നോക്കുക. ഓക്കെ, ഈ റേറ്റിന് കിട്ടുമെന്നുള്ളത്. അടുത്ത പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സൺസ്ക്രീൻ ആണ്. നമ്മളെ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്. ഞാനിപ്പോൾ അക്വലോജിക്കലിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ന്യൂട്രിജീനയുടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇതിൻ്റെ റിവ്യൂ അത്യാവശ്യം നല്ലതായിരുന്നു. ആരും കുറിച്ച് റിവ്യൂ ചെയ്യുന്നില്ല, നല്ല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഞാൻ മേടിച്ചൊക്കെ. ഞാൻ ഇതിൻ്റെ തന്നെ പല ഇതുണ്ട് കേട്ടോ. ബ്ലൂബെറി, ടീ ട്രീയുടെ, അതുപോലെ ലെമണിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചത് വാട്ടർമെലൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ ഇങ്ങനെ വരുന്നത് രസമുണ്ട് കാണാം. പിക്ചറിൽ അത്യാവശ്യം വലുതായിരുന്നു ഗൈസ്. ഇത് മെലിഞ്ഞൊരു സാധനം, ഭയങ്കര ക്യൂട്ടായിട്ടാണ്. നമുക്ക് ഇതിൽ റേറ്റ് വരുന്നത്, ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം മീൻസ് ഒരു 300 റേഞ്ചിൽ തന്നെ വരുന്നത് ഇത്. പക്ഷേ അതിൽ പിക്കിൽ കുറച്ചും കൂടി വലുതായിരുന്നു. ഞാൻ കുറച്ചും കൂടി വലുതാണ് എക്സ്പെക്ട് ചെയ്തത്. ആൻഡ് ഇതിൽ വന്നിട്ട് വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് SPF 15+ ആണ്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിയാണ്, UV ലൈറ്റ് പ്രൊട്ടക്ഷൻ എല്ലാം ഉണ്ട്, നോ വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ശരി കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. അടിപൊളി, നല്ല. പിന്നെ അപ്പുറത്തുകൂടി തേക്കട്ടെ കേട്ടോ ഗൈസ്. ഇത് വെളുക്കാൻ തേക്കണില്ലല്ലോ.
ഓക്കെ ഞാനിപ്പോൾ അതുകൊണ്ട് തേക്കട്ടെ. തന്നെ ഈ സൺസ്ക്രീൻ തേച്ചിട്ട് കൂളിംഗ് ഉണ്ട്, കുറച്ച് കൂളിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഹൈറോണിക് ആസിഡും ഇതിലുണ്ട്. കൂളിംഗ്. അടുത്ത് നമ്മൾ തേക്കാൻ പോകുന്നത് ലാക്മിയുടെ ലൂമിലി ക്രീമാണ്. ഇതൊക്കെ പിങ്കാലോ, ഇതാ മോള് പറഞ്ഞ പോലെ. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല മക്കളെ. ഇത് 200 ml ഉണ്ട് കേട്ടോ. ഈ റേറ്റിന് ഇത്രയും എമൗണ്ട് സാധനം കിട്ടുന്നത് ഭയങ്കര ലാഭമാണ്. കമ്മിങ് ബാക്ക് ടു ദിസ് ലാക്മിയുടെ 9 to 5 സ്കിൻ സ്റ്റൈലിഷ് കളക്ഷനാണ്. രസമുണ്ടല്ലേ, പക്ഷെ ഈ വലുപ്പം തന്നെ ഉണ്ടാവുള്ളൂ. ഇതിനിപ്പോൾ ഇതിൽ കൊടുത്തുള്ള 325 രൂപയാണ്. ആ റേറ്റിന് തോന്നുന്നു, ആ ഒരു റേഞ്ച് റേറ്റ്. ഞാൻ റേറ്റ് ആണെങ്കിൽ അടിയിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, പ്ലീസ് ഡു ആൻഡ് ചെക്ക് ചെയ്യും. ചെയ്യാം. ഇതിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. കുറച്ച് തേക്കുന്നുള്ളൂ, കാരണം നമുക്ക് എവിടെയും പോകാനില്ല, വെറുതെ വീട്ടിലിരിക്കുകയാണ്. പോകാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ ടു യൂസ് ദിസ്. നല്ല സാധനം കേട്ടോ. അല്ല, അതിൻ്റെ പാക്കേജിങ് വേറെ ആയിരുന്നു, ഒരു വൈറ്റ് പാക്കേജിങ് ആയിരുന്നു, അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇത് പുതിയ അവരെ പാക്കേജിങ് ആട്ടോ. Nice, this is nice. രസമുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഇവർക്ക് കൂടി ഇട്ടെടുക്കട്ടെ. ഷെയ്ഡല്ല, ഇവർക്ക് കുറച്ചുകൂടി കളറുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വെളുത്ത ഷെയ്ഡായിരിക്കും. അല്ലാണ്ട് ഈ പെണ്ണിട്ട് കൊടുക്കില്ല ചെറുത്തല്ലേ. പുറത്ത് കുറച്ചേ കുറച്ചു ഗ്ലോ ഇല്ലേ നിന്റെ ഫേസിൽ? എനിക്ക് ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. ഓളത് ഭയങ്കര കുറച്ച് ഡ്രൈ സ്കിന്നിൻ്റെ കുറച്ച് ഓയിലി സ്കിന്നാണ്. ചിലപ്പോൾ അതുകൊണ്ട് പാക്കേജിങ് പണ്ടൊരു വൈറ്റ് ആയിരുന്നു, വൈറ്റും ഒരു പിങ്ക് തന്നെയായിരുന്നു. ഇത് പുതിയ പാക്കേജിങ് ആണ്, അതിൻ്റെ സെയിം സാധനം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല സാധനം കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് മിക്സ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ CC ക്രീമിൻ്റെ കൂടെ ഒക്കെ ഞാൻ ഇത് മിക്സ് ചെയ്ത് തേച്ചിരുന്നത്. അത്യാവശ്യം കവറേജ് തരാൻ തരും. ഓക്കെ, ഇനി ആകെ 3 പ്രൊഡക്റ്റ്സ് ഉള്ളൂ. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ തീരെ മേടിക്കാത്തൊരു സാധനമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ സാധനം മേടിക്കുന്നത് ദിസ് ഇസ് ഐഷാഡോ പാലറ്റ്. ഞാൻ ഐഷാഡോ പാലറ്റ് മേടിച്ചത് മാസിൻ്റെ ആണ്. ഇത് ലാക്മിയുടെ കേട്ടോ, ഞാൻ ബ്രാൻഡ് വന്നിട്ടില്ലേ, ഇത് മാൾസിൻ്റെ ഐഷാഡോ പാലറ്റ് ആണ് വാങ്ങിച്ചുള്ളത്. ഇതിൽ റേറ്റ് വന്നിട്ട് 299 രൂപ, പക്ഷേ അതായിട്ടില്ല, അതിനെക്കാട്ടി കുറവാണ് പർപ്പിളിൽ. അങ്ങനെ വാങ്ങിച്ചാണ്. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നല്ല ഷെയ്ഡുകളാണ് കേട്ടോ ഇതിലുള്ളത്. നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡുകളുണ്ട്, അതാണ് ഹൈലൈറ്റ്. നമുക്ക് നോക്കാം ഏത് ഷെയ്ഡ് എടുക്കും. അത് വേണ്ട, ഓവറാക്കണ്ട. നമുക്ക് ഈ ഷെയ്ഡ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് ഞാനും ഇത് തെച്ചിട്ടോ. അയ്യോ കാണാനില്ലല്ലോ. ഒരു സട്ടിൽ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടത്. ഭയങ്കര സോഫ്റ്റ് പൗഡറാണ് ഗൈസ്. എനിക്കിഷ്ടായി. ഞാൻ ഇവർക്ക് വേറെ ഷെയ്ഡ് നോക്കാം. ഓക്കെ ഓക്കെ, അത്ര പിഗ്മെൻ്റ് അല്ല, പക്ഷെ നല്ല സിൽക്കി ഇല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാട്ടത്. ഞാൻ ചെറുതാണ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ട്, പക്ഷെ അത്ര പിഗ്മെൻ്റ് ഒന്നുമില്ല. ഹായ്, അത് ഭയങ്കര പക്ഷെ അത് ഇട്ടിട്ടുണ്ടെന്ന് ഇട്ടിട്ടില്ല എന്ന് തോന്നിക്കുന്ന സംഭവം കണ്ടിട്ട് കാണിപ്പിക്കാം. ഇതമോൾക്ക് ഇട്ടെടുക്കാൻ പോണ ഷെയ്ഡ് കുറച്ച് ഡാർക്കാകാൻ വിചാരിച്ചാൽ ഞങ്ങൾ 2 ലൈറ്റ് ആയിപ്പോയി. ഏതെന്നത് ഇതിൽ ഇത് ഈ ഷെയ്ഡായിട്ട് ഇട്ട് കൊടുക്കണം. തീരെ കാണില്ലല്ലോ,
അത്ര പിഗ്മെന്റഡ് അല്ല കേട്ടോ. അത് 3 നാൾ ഇട്ടിട്ടുണ്ട്. 3 നാൾ ഇത് ഇടാത്ത പോലെ ഉണ്ട് സത്യം പറഞ്ഞാല്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ കാണുന്നുണ്ട് കണ്ണിന്റെ അടിയിൽ ഇവളുടെ ഇന്ത്യ ഉണ്ട് കാണാണ്ട്. ഇതിന്റെ പറയുമ്പോൾ ഷിമ്മറി ഷെയ്ഡ് പോലും അല്ല. ബട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഇട്ടുന്നത് ഇടാൻ തോന്നൂല. അങ്ങനത്തെ ഷെയ്ഡാണ് ഞാട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഇത്രയൊക്കെ ഇഷ്ടം. ഐ മീൻ ഓവറാക്കിയിട്ട് പിങ്കൊക്കെ അടിച്ചു തരുന്നതില്ലേ, എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇത് രസമുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഹൈലൈറ്റർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇത് വെച്ചിട്ട്. അതിന് നമ്മൾ ഷെയ്ഡ് ഇതെടുക്കണം കേട്ടോ, ഈ പിങ്ക് ഷെയ്ഡ്. ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, എൻ്റെ മൂക്കെന്താണ് ഇത്ര ചെറുത്ത്? ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ് കേട്ടോ. ഈ ഷെയ്ഡുകളൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവാം. സെക്കൻഡ് ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. എന്താ അറിയോ, മസ്കാര. ലിപ്സ്റ്റിക് ഉള്ളത് മസ്കാരയാണ്. മാർസിൻ്റെ തന്നെ മസ്കാരയാണ്. ഞാൻ യൂസ് ചെയ്തിരുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തെന്നുള്ളൂ. എനിക്ക് അറിയാതെ എങ്ങനെയാണെന്നുള്ള പ്രൊഡക്റ്റ് നല്ലതാണ് കേട്ടോ. ഞാൻ വേറെ മസ്കാര ട്രൈ ചെയ്യാൻ പക്ഷേ എനിക്ക് അവസാനം ഇതിമൊക്കെ തന്നെ പോയി. അതെ, കുറേ നിൽക്കും, തീരെ കഴിയില്ല. എൻ്റെ അടുത്തും കുറേ ആയി. ഒന്ന് അവസാനം ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. നന്ദുവിന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എടുത്തു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് വാങ്ങിച്ചേ പുതിയത് മാഴ്സിൻ്റെ. എന്തത്? ഓക്കെ, മനസ്സിലാവും. ഡിഫറൻസ് അറിഞ്ഞില്ലേ? ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളതാട്ടോ. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും, വാട്ടർ പ്രൂഫാണ്, അഫോർഡബിൾ ആണ്. പിന്നെ എന്തിനെ കുറിച്ച് പറയാനുള്ളത്? നെഗറ്റീവായിട്ട് എനിക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ഐലാഷസ് കുറച്ചും കൂടി കേളാക്കിയിട്ട് വെച്ചിട്ട്, കാരണം ആ ലാഷസ് കേൾ ചെയ്യുന്ന സാധനം വെച്ചിട്ട് തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഞാൻ തേച്ച് തുടങ്ങി ഞാൻ കൈയിട്ടൊന്ന് കേൾ ചെയ്തിട്ട് നല്ല കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ പ്രൊഡക്റ്റും കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. എന്തായിരിക്കും? ലാസ്റ്റ് മേക്കപ്പിന്റെ ലാസ്റ്റ് എന്താ നമ്മൾ ചെയ്യാം? സെറ്റിംഗ് സ്പ്രേ ആണിത്. ഇത് ഞാൻ തീരെ വാങ്ങിച്ചിട്ടില്ല. ഇത് ബില്ലാണ്. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. മേക്കപ്പ് ഫിക്സർ സ്വിസ് ബ്യൂട്ടിയുടെയാണ്. ചെറുതാണ് പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഫിക്സിംഗ് വൈറ്റമിൻ അതെയോ? ഓക്കെ, സെറ്റ്. പക്ഷേ സെറ്റ് ഇട്ടാ എനിക്ക് ഇഷ്ടമായി. ഇതായിരുന്നു ലാസ്റ്റ് പ്രൊഡക്റ്റും. ഇതും അഫോർഡബിൾ ആണ്. 500 അടിയിലുള്ളൊരു സെറ്റിംഗ് സ്പ്രേ നോക്കുകയാണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഇത് നല്ലതാണ്. ഇതാണ് ഞാൻ ഇന്നത്തെ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ടത്. സിമ്പിൾ മേക്കപ്പ്, നോ മേക്കപ്പ്. ലാസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു ഫിക്സിംഗ് സ്പ്രേ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണ് നമുക്ക്? മോയ്സ്ചറൈസർ. അനക്കോ? ഇതാണ് ഇനി നമുക്ക് ഷാൻക്ക് ലാക്മിയുടെ അല്ലേ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാം കൊണ്ടും അഫോർഡബിളും അതുപോലെ തന്നെ വേർത്തായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. ബാക്കിയുള്ളൊക്കെ നോർമൽ സാധനങ്ങളാണ്. ആൻഡ് പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് എനിക്ക് ഐ ഷാഡോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കൊക്കെ ഐ ഷാഡോ എന്ന് പറഞ്ഞാൽ വാരി പൊത്തി തേക്കണമെന്ന് എനിക്കിഷ്ടമല്ല. ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് അത് മേടിക്കാഞ്ഞത്. പക്ഷേ ഇത് നടന്നത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ഷാഡോ ആണ്. അതുകൊണ്ട് എനിക്ക് ഐ ഷാഡോ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.